പരശുരാമൻ മഴുവെട്ടി ഉണ്ടാക്കിയതാന്നാ പറയണത്. ഇവിടെ എത്തിയപ്പോ ആ ശിവന്റെ മേലെ മഴ കൊണ്ടു. അപ്പോഴാണ് വെള്ളം വരാൻ തുടങ്ങിയത്, അല്ല പാല് ഒഴുകാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇവിടെ ഹലത്തിന് പേര്. ഹലം എന്ന് പറഞ്ഞു വെച്ചാൽ പാലെന്ന് അർത്ഥം. അതാണ് ഇവിടുത്തെ കഥ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ വിജയ ലൈഫ് ഡയറി. അപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ രണ്ടാമത്തെ ട്രിപ്പാണ് എൻ്റെ, പക്ഷേ ഇവളുടെ ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ കഴിഞ്ഞ റൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ വാട്ടർ ടണലിലേക്ക് പോയിരുന്നു സുധീഷ് ബ്രോൻ്റെ കൂടെ. അപ്പോൾ ഇന്നും നമ്മൾ സെയിം റൂട്ടിൽ വേറൊരു സ്ഥലത്തേക്കാണ് പോണേ. അപ്പോൾ സുധീഷ് ബ്രോ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആളെ മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ നല്ലൊരു അടിപൊളി ഹോട്ടലാണിത്. കഴിഞ്ഞ തവണ ഞാൻ ശ്രദ്ധിച്ചതാണത്. ഞാൻ അറിയാണ്ട് ചുമ്മാ നിർത്തിയതാണ്. ലെമൺ റൈസാണ് വാങ്ങിച്ചത്, നല്ല അടിപൊളി ലെമൺ റൈസ്. അപ്പോൾ ഈ ഹോട്ടൽ ലെമൺ റൈസിന് വളരെ ഫേമസ് ആണ്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് വന്നിട്ടും അത് തന്നെ കഴിച്ച്, ചായയും ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി, അത് ഇങ്ങനെ പൊട്ടി പോണ ഇഡ്ഡലിയാണ് അവിടെ കൊടുക്കണത്. അതെ, ഗുഡ്. ഫുള്ള് കന്നഡയിലാണ് എഴുതി വെച്ചാണ്, അതുകൊണ്ട് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയത് ലക്ഷ്മി നാരായണ സംതിങ് ആണ് ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ജ്യൂസ്, ചായ, പിന്നെ സ്നാക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കിട്ടും. ഡിഫറെൻറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് എല്ലാത്തിനും. അങ്ങനെ വൺ സെറ്റപ്പാണ്. അപ്പോൾ വന്ന് കഴിച്ചു നോക്കുക. ഈ റൂട്ടിൽ പോവുകയാണെങ്കിൽ മാംഗ്ലൂർ റൂട്ട്. അതെ, അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ ഹെൽത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പരശുരാമന് ഇവിടെ വന്നിട്ടാണ് മോക്ഷം കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ ഫുൾ സ്റ്റോറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. അപ്പോൾ ഇത് സ്വർഗാശ്രമം എന്ന് പറഞ്ഞിട്ട്, ചേട്ടാ സ്വർഗാശ്രമം എന്നല്ല എൻ്റെ പേര്. ഇത് സ്വർഗാശ്രമം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ മഠത്തിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ. അപ്പം നേരത്തെ കൂട്ടി പറയണം, ഒന്നുമില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു മല കയറണം. അപ്പോൾ ആ മല കയറുന്നതിന് മുന്നായിട്ട് നമ്മളിവിടെ ഒന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മല കയറി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം ഇവിടെ റെഡിയാക്കി വയ്ക്കും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ, ഈ മഠത്തിൻ്റെ വിശേഷങ്ങൾ. സുധീഷ് ബ്രോ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷ് ബ്രോ ആണ് നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വന്നിരിക്കണത്. ഇത്തവണ ഞങ്ങൾ പതിവ് പോലെ അരമണിക്കൂർ ലേറ്റാക്കി വന്നു. അപ്പോഴേക്കും സുധീഷ് ബ്രോ ഇവിടെ ആൾക്കാരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കിട്ടി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോവാണ്. ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ സാധാരണ ഇവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ച് ഇൻഫർമേഷൻ എടുത്ത് എവിടെ ആരെങ്കിലും സഹായത്തോടു കൂടി പോകുന്നതാണ് നല്ലത്. കാരണം ഇതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്, എങ്ങനെയുള്ളത് നമുക്കറിയില്ല. ഇവിടെ വന്ന് സംസാരിച്ചാൽ മനസ്സിലായത് മുകളിലൊരു ഗുഹയുണ്ട്, അങ്ങനെ പല സർപ്രൈസസ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇതെല്ലാം നമുക്കറിയാവുന്നത് ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുക മാത്രമാണ്. കാരണം ഇത് ഇൻ്റർനെറ്റിൽ പോലും ഈ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ് ഇവിടെ ആൾക്കാർ സംസാരിച്ച് എല്ലാം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും അവിടേക്ക് പോകണം. അവിടെ മുകളിൽ ആൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ ഇൻഫർമേഷൻ ഇനിയും കൂടുതൽ കിട്ടും. അപ്പോൾ പോണ വഴിക്ക് നമുക്ക് ഓരോ കഥകളും പറഞ്ഞ് ഇങ്ങനെ പോകാം. അപ്പോൾ ശരി, ബൈ.
നമ്മൾ അവസാനം മല കയറിയിട്ട് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയൊരു ഗുഹ പോലെയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണം. നമുക്ക് പോവാം. ಪೂಜೆ ಮಾಡೋದು ವಿಡಿಯೋ ಮಾಡೋದಲ್ಲ ಪೂಜೆಯನ್ನು ಮಾಡೋಕ್ಕಾಗಲ್ಲ, ದರ್ಶನ ಮಾಡ್ಕೊಂಡು ಆಯ್ತು. ಬರೋದಾ? ಇಲ್ಲ ಇಲ್ಲ. ಕಬಳ ಬಿಟ್ಬಿಟ್ರೆ ಇಷ್ಟೇ ಲಿಂಗ ಇದೆ, ಉದ್ಭವ ಲಿಂಗ. ಎಲ್ಲಿ ನೀರು ಯಾವಾಗಲೂ ಬೀಳ್ತಿರುತ್ತೆ, ನೀರೆಲ್ಲ ಇಲ್ಲಿ ಬೀಳುತ್ತಾ ಇರುತ್ತೆ. ಈಗ ಸ್ವಲ್ಪ ಕಮ್ಮಿ ಆಗ್ಬಿಟ್ಟಿದೆ, ಬೇಸಿಗೆ ಅಲ್ವಾ, ಈಗ ಸ್ವಲ್ಪ ಇಲ್ಲ. എളുപ്പമല്ലേ? ഈ ശിവലിംഗത്തിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ വെള്ളം വീഴുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, മോർണിംഗിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതാണ് സ്വയംഭൂ ആയിട്ടുള്ള ശിവലിംഗം. കൊടുത്തോ. സുഖിഷ്പോ ലൈറ്റ് അടിച്ചേ. എന്നെ ഞാൻ തന്നെ വിളിച്ചു. ഇത് മേൽക്കോട്ടെ പോവാം. നോക്കിക്ക. ഓ ശരി. പക്ഷേ അത്രയും കുഞ്ഞാണത്. അത്ര കുഞ്ഞ് അതിൽ വേണേ പോവാന്നേ, വേണമെങ്കിൽ പോവാൻ പറ്റുന്ന പറയണേ. ഇത് സിദ്ധഗംഗ, ಸಿದ್ಧಗಂಗೆ ಶಿವಗಂಗೆ. ശിവഗംഗ. ഓ ശരി. അടിപൊളി. ಅದರಲ್ಲಿ ಯಾರು ಕಳಿಸಲ್ಲ, ಆದ್ರೆ ಸರ್ಪ ಸಂಚಾರ. ಇದು ಸರ್ಪ ಸಂಚಾರ ಅಲ್ಲ, ಯಾರು ಕಳ್ಸಲ್ಲ ಅದರಿಂದ. ಈ ಕಡೆ ಅದ್ರಲ್ಲಿ ನಂಜನಗೂಡು ಮೇಲ್ಕೊಡೋದ್ರಲ್ಲಿ ಬೇಕಾದ್ರೆ ಹೋಗ್ಬೋದು. ಹೋಗ್ಬೋದು, ಬೇಕಾದ್ರೆ ಜನ ಹೋಗ್ತಾರ. ಹೋಗ್ತಾರೆ ಸರ್, ಒಂದಷ್ಟು ದೂರ ಹೋಗಿ ಬರ್ತಾರೆ ಅಷ್ಟೇ. ಅಷ್ಟೇ. അമ്പോ, ഇതുവഴി മേൽക്കോട്ടേക്ക് പോവാന്നാ പറയണേ. മേൽക്കോട്ടെ പോകുന്ന ആൾക്കാർ പോയിട്ട് വരുന്നേ. മേൽക്കോട്ടെ വരെ പോലെയാന്നേ. കുറച്ചല്ലേ? ಮೇಲ್ಕೋಟೆಯಲ್ಲಿ ಧನುಷ್ ಕೋಟೆ ಅಂತ ಐತೆ, ಹೌದು, ಅಲ್ಲಿ ಹೋಗುತ್ತೆ. ಧನುಷ್ಕೋಟಿಗೆ ಹೋಗುತ್ತೆ ಇದು. ಹೌದು. ഇത് പരശുരാമൻ, ഇത് പരശുരാമന് ഒരു ശാപം ഉണ്ടായിരുന്നു. അമ്മയുടെ കഴുത്തറുത്ത ഒരു ശാപം എന്നാ, എനിക്കും കറക്റ്റ് അറിയില്ല, അങ്ങനെ എന്തോ കേട്ടിരിക്കുന്നത്. അപ്പൊ ആ ശാപം തീരാൻ 101 ലിംഗത്തിന്റെ ദർശനം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ ഇതാണ് 101ാമത്തെ ലിംഗം. ഇതിനു മുന്നേ ശിവഗംഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരശുരാമൻ പോയപ്പോ അവിടെ പറഞ്ഞു തന്നെ ഇവിടെ 101ാമത്തെ ലിംഗം ഇവിടെ വന്ന ശാപമോചനം ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ആളിവിടെ വന്നപ്പോ ഉള്ളിന്ന് ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് എവിടെ ശിവൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഉള്ളിന്ന് വിളി വരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു തുമ്പപ്പൂ അകത്ത് കൊണ്ടുപോയി വരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഇതായിരിക്കും വഴി എന്ന് പറഞ്ഞിട്ട് മഴു കൊണ്ട് ഈ ഗുഹ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. മഴ കൊണ്ട് ആദ്യം നല്ല ആവേശത്തിലടിക്കുമ്പോൾ നല്ല ആളുടെ ഹൈറ്റില് അത് വെട്ടിക്കൊണ്ട് വരും. പോകെ ശക്തി കുറയുമ്പോൾ ഇരുന്നുകൊണ്ട് വെട്ടും, പിന്നെ കിടന്നുകൊണ്ട് വെട്ടും. അങ്ങനെയാണ് ആ ഗുഹ ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞു പോകുന്നത്. ആ ഇത് ലിംഗം അവിടെ ആദ്യമേ ഉണ്ടായിരുന്നു, പരശുരാമൻ വരുമ്പോഴേ അവിടെ ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ദർശനം കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ പരശുരാമന് ശാപവിമോചനാവും. അത് കഴിഞ്ഞിട്ടാണ് പരശുരാമൻ കേരളത്തിലേക്ക് വരുന്നത്. അങ്ങനെ മഴ അറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. ഇവിടെ കഴിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. ഈ മഴ കയ്യിലുണ്ടെങ്കിൽ പ്രശ്നമാണ്, ഇതിനി വേണ്ട എന്നിട്ട് കേരളത്തിൽ പോയി അവിടെ കടലിൽ കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേരളത്തിൽ വന്ന് മഴ കയറിയെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് പരശുരാമന്റെ സ്റ്റോറി ബിഹൈൻഡ്.
ഹലത്തി. പിന്നെ അതിന്റെ ഉള്ളില് 2 സൈഡിലേക്ക് വഴിയുണ്ട്. ഒന്ന് നമ്മുടെ മേൽക്കോട്ടെ, പിന്നെ ഒന്ന് 2 ശിവഗംഗ. ശിവഗംഗ. അങ്ങനെ 2 സ്ഥലത്തേക്ക് വഴിയുണ്ട്. ശിവഗംഗയ്ക്കുള്ള വഴിയില് പാമ്പ് ഉണ്ടെന്നാ പറയണത്. സർപ്പക്കാവലുണ്ട് അവിടെ. അപ്പൊ പോവാറില്ല. അതേപോലെ തന്നെ മേൽക്കോട്ടേക്ക് ഇപ്പോഴും വഴിയുണ്ട്, പക്ഷെ ഫുള്ളൊന്നും പോകാൻ പറ്റില്ല. അവിടെ ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അപ്പൊ അവിടെ വരെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടി വരണം. വല്ല പ്രശ്നം, അതായത് വല്ല തെറ്റും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിനകത്ത് സർപ്പങ്ങളുണ്ട്, അവരെ ഉള്ളിലേക്ക് വിടില്ല. സർപ്പങ്ങളാണോ തേനീച്ചയാണോ? തെറ്റ് ചെയ്ത് വന്നാൽ സർപ്പം അകത്തേക്ക് വിടില്ല. പിന്നെ നോൺ വെജ് ഒക്കെ കഴിച്ചു വന്നാൽ ഇവിടെ തേനീച്ച വന്ന് കുത്തും. അപ്പൊ അത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ടെന്നാ പറയും. ഈ നാഗമംഗലിൽ ആരോട് ചോദിച്ചാലും പറയും പലർക്കും അനുഭവം ഉണ്ടെന്ന്. അങ്ങനെ ശുദ്ധി ഇല്ലാതെ വന്നാൽ, നോൺ വെജ് മാത്രമല്ല ശുദ്ധി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ശുദ്ധിയോടുകൂടി വരാം. പിന്നെ മഴക്കാലത്തൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഉള്ളിൽ ഫുള്ള് വെള്ളമായിരിക്കും. ആ എന്താ പറയാ, സ്വയംഭൂ ആയ ശിവന്റെ മേളിൽ കൂടെ എപ്പോഴും വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ മഴക്കാലത്ത് ആ വെള്ളം കൂടും. അപ്പൊ ഇതിൽ കൂടെയാണ് വെള്ളം ഒഴുകി പോവാ. അപ്പൊ ഇതിനകത്തേക്ക് എന്തായാലും കടക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വെള്ളം കൂടുതൽ ഒഴുകുമ്പോ ഒരു ചെറിയൊരു വെള്ളംചാട്ടം പോലെ വന്നു. അപ്പൊ ഇവിടുത്തെ നാട്ടുകാർ വന്നിട്ട് ഗംഗ പൂജ ചെയ്യും. ശിവന്റെ മേലെ വീഴുന്ന ഗംഗയുടെ പൂജ എന്നിട്ട് ഇവിടെ പൂജ ചെയ്യും. അപ്പൊ അതും കാണാൻ ഒരു രസമായിരിക്കും. അത് വരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരോട് പറഞ്ഞിട്ട് തന്നെ വരുമ്പോ നമ്മൾ അറിയിക്കാം, വന്ന് അതിന്റെ ഒരു വീഡിയോ പിടിക്കാം. അതും ചെയ്യാം നമുക്ക്. പിന്നെ ധനുഷ്കോടിയുടെ വീഡിയോ കണ്ടെങ്കിൽ ഇത് ധനുഷ്കോടി അല്ല, ധനുഷ്കോട്ടി. ധനുഷ്കോടി തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ്. ഇത് ധനുഷ്കോട്ടിയാണ്. അവിടെ ശ്രീരാമനും ലക്ഷ്മണനും എല്ലാം വനവാസത്തിന് വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതിന്റെ വീഡിയോ കണ്ടെങ്കിൽ അവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അമ്പലം വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടൊന്നും ഇല്ലാതെ പോവാണ്. ഓക്കെ, ഇവിടെ ഒരു കുളമുണ്ട്, അതിനകത്താണ് പാല് എന്നൊക്കെ പറഞ്ഞു. ഈ ഹലത്തിൽ വന്നിട്ട് പാലു ഉള്ള സ്ഥലം കണ്ടേ. അപ്പോൾ ഇതാണ് പാലുള്ള സ്ഥലം. ഓ മൈ ഗോഡ്, ഇതാണ് ആ സ്ഥലം. ചെളിവെള്ളാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കണ്ടോ, ഫുൾ ലെയർ ആയിട്ട് വെള്ളാരങ്കല്ലുണ്ട്. നല്ല രസാ. ഹായ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗുഹ പോലെയാണ്. അങ്ങനെ അതിൽ എഴഞ്ഞിട്ടൊക്കെ വേണം അകത്തോട്ട് പോകാനായിട്ട്. പിന്നെന്താണ്, അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല. അധികം ആൾക്കാർക്ക് അറിയില്ല എന്നാണ് മനസ്സിലായത്. നമ്മുടെ സുധീഷ് ബ്രോ കണ്ടുപിടിച്ചതാണ് ഈ സ്ഥലം. അപ്പോൾ എന്തായാലും ഒരു താങ്ക്സ് ഉണ്ട്. Okay, to all my Kannada friends, he is doing in Kannada, so you can see his vlog, so you will get a detailed view of this place. Check the link above.
ആ ഓക്കെ. അപ്പോൾ ഇവിടെ താഴെയിട്ട് മഠമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അറിയിച്ചു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും കിട്ടി. ഇപ്പം എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ലഞ്ചും കിട്ടി. വളരെ നല്ല മനുഷ്യരാണ്. സാമ്പാറും റൈസൊക്കെയാണ്. അപ്പം നേരത്തെ ഒന്ന് അറിയിക്കണം അവരോട് അല്ലേ? ഒരു അരമണിക്കൂർ മുന്നേ പറയണം. എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയങ്ങളും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്റ്റേ ഫെസിലിറ്റി ഉണ്ട്, ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല സൗകര്യങ്ങളാണ് അവിടെ. പിന്നെ ലേഡീസ് മാത്രം വരാണെങ്കിൽ അതിനും സെപ്പറേറ്റ് ആയിട്ടുള്ള റൂംസ് ബാത്റൂംസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട്. മലയുടെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇവിടെ വന്ന് താമസിച്ച് രാവിലെ എണീച്ച് ഒരു ട്രക്കൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ അമ്പലം 8 മണിക്കാണ് തുറക്കുക. അതേമാതിരി 1 മണി ആ സമയത്ത് അടയ്ക്കും. കാരണം അവിടുത്തെ പൂജാരി 8 മണിക്ക് അവിടെ വരാന്ന് പറഞ്ഞു. ഡെയിലി പൂജയുണ്ട്. ഡെയിലി പൂജയുണ്ട്. മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവില്ല. സോ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു പ്ലേസ് ആണ്. എല്ലാവരും ഇത് വന്ന് എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ പ്ലാസ്റ്റിക് സാധനമായിട്ട് നശിപ്പിക്കരുത് കേട്ടോ, അല്ലേ? ദയവ് ഇത് ചെയ്യരുത്. കാരണം നമ്മളൊരു പ്ലേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വന്ന് നശിപ്പിക്കരുത്. വരിക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോവുക. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി എന്താണ്, ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതെ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ബൈ.